പ്രേഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ കിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്വിസ്റ്റേമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. MSTയുടെ ഈ പ്രേഷിത വാഹിനി ഇന്ന് എത്തി നിൽക്കുന്നത് പാലക്കാട് രൂപതയിലെ കാഞ്ഞിരപ്പുഴ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിന്റെ മുമ്പിലാണ്. അവസാനത്തെ ആ പാർട്ടിസിപ്പന്റിനെ പ്രേഷിത വാഹിനിയിലേക്ക് നിറ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും കാത്തിരിക്കുന്നത് അമേലിയയുടെ ക്വിസ് എങ്ങനെയാണെന്ന് കാണാനാണ്. പക്ഷെ അതിനു മുൻപായി നമ്മുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനും നമ്മുടെ ഈ ദിനം ദൈവാനുഗ്രഹപ്രദമാക്കുവാനുമായി നമുക്കിടയിലേക്ക് ആശംസകൾ അറിയിച്ച് സംസാരിക്കുവാനായി എത്തുന്നത് കാഞ്ഞിരപ്പുഴ ഫൊറോന വികാരി ഫാദർ ബിജു കല്ലിങ്കലാണ്. അച്ഛനേറെ സ്നേഹത്തോടെ MSTയുടെ പ്രേഷിത വാഹിനിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സാന്തോ മീഡിയയുടെ ഈ മിഷൻ ക്വിസ് കോമ്പറ്റീഷൻ പാലക്കാട് രൂപതയിലെ കാഞ്ഞിരപ്പുഴ സെൻറ് തോമസ് ഫൊറോന ഇടവക ദേവാലയത്തിൻ്റെ ഈ തിരുമുറ്റത്ത് വന്നെത്തി നിൽക്കുമ്പോൾ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം പാലക്കാട് രൂപത സ്ഥാപിതമാകുന്നതിന് മുമ്പ് 14 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ഒരു മിഷൻ ഇടവകയാണ് ഈ കാഞ്ഞിരപ്പുഴ ഫൊറോന ഇടവക എന്ന് പറയുന്നത്. ഈ ഇടവക സ്ഥാപിതമായതിൽ നിന്നും 3 ഫൊറോനകൾ പിന്നീട് രൂപപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടുകൂടെ ഓർക്കുന്നതാണ്. കുടിയേറ്റത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന വലിയ പിതാവ്, വലിയ ഇടയൻ വള്ളൂപ്പള്ളി പിതാവിനെയും ഈ സമയം ഞാൻ സ്മരിക്കുകയാണ് ഈ മിഷൻ ക്വിസിൻ്റെ അവസരത്തിൽ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാനെന്ന് യേശുക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് കൊടുത്ത ആഹ്വാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് സാന്തോ മീഡിയ ഇപ്രകാരമുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷനിലൂടെ മിഷനെ അറിയാനായിട്ട്, മിഷൻ എന്താണെന്ന് പഠിപ്പിക്കാനായിട്ട് ഇത്തരമൊരു ഉദ്യമത്തിന് തയ്യാറായത്. അതിന് ശാലോമിൻ്റെ ബാനറിൽ ഇത്ര നല്ല ഒരു പരിപാടി ഈ പാലക്കാടിൻ്റെ കുടിയേറ്റ മേഖലയുടെ വിവിധ ഇടവകകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ജനത മുഴുവനും ശാലോം ടെലിവിഷനിലൂടെ വിവിധങ്ങളായിട്ടുള്ള മിഷനുകളെക്കുറിച്ച് അറിയാൻ, പഠിക്കാൻ, അതിലുപരി മിഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ സഭയുടെ വലിയൊരു ദൗത്യവുമായിട്ട് കടന്നു പോകുമ്പോൾ എല്ലാ ദൗത്യവും ഓരോ ദർശനത്തിലൂടെയാണ് ഉണ്ടാകുന്നത് നമുക്കറിയാം. മിഷൻ സ്റ്റാർട്ട്സ് വിത്ത് എ വിഷൻ എന്ന് പറയുക. വലിയൊരു ദർശനത്തോടുകൂടെ ഈശോയുടെ മിഷൻ ആരംഭിച്ചിരിക്കുന്ന ഈ സാന്തോ മീഡിയയ്ക്കും ശലോമിനും ദൈവവിളി പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് രൂപീകൃതമായി ഇന്ന് സിറോ മലബാർ സഭ ഉള്ള എല്ലായിടത്തുമുള്ള ചെറുപുഷ്പ മിഷൻ ലീഗിനും ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസിനും അത് കോർഡിനേറ്റ് ചെയ്യുന്ന നിങ്ങൾക്കും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. നമുക്കിനി നമ്മുടെ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറിയാലോ? പറ്റില്ല. പ്രേക്ഷിത വാഹനത്തിൽ കയറാൻ മുന്നേ അമേലിയ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? അതിനായിട്ടൊരു പ്രൊഫൈൽ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. എൻ്റെ പേര് അമേലിയ മരിയ. ചരിത്രത്തിന്റെ ഹൃദയത്തുടിപ്പ് നിലയ്ക്കാത്ത നെല്ലറകളും കരിമ്പനകളും നിറഞ്ഞ പാലക്കാട് ജില്ലയിലെ മലയോര പ്രദേശമായ കാഞ്ഞിരപ്പുഴയാണ് എൻ്റെ ഗ്രാമം. ഇതാണ് എൻ്റെ ഇടവക പള്ളി. ഇവിടെ കുർബാനയിലൂടെയും ക്വയറിന്റെ ഗാന ശുശ്രൂഷകളിലൂടെയും ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറയുവാനും എനിക്ക് കഴിയുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. ഇതാണ് എൻ്റെ വീട്. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടുകാരുടെ ഒപ്പം ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരു മിടുക്കിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേ ക്വിസ് എങ്ങനെയാണ്, അമേലിയ മത്സരത്തിൽ പങ്കെടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണാനാണ് നമ്മുടെ ഓഡിയൻസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് പ്രേക്ഷിത വാഹിനിൽ കയറി ആ ക്വിസ് തുടങ്ങിയാലോ? അങ്ങനെയാണെങ്കിൽ കയറിക്കോളൂ. അമേലിയ, നമുക്കത് നമ്മുടെ റൗണ്ടുകളിലേക്ക് കിടന്നാലോ? കിടക്കാം. നമുക്ക് 4 റൗണ്ടുകളാണുള്ളത്. ജെറുസലേം റൗണ്ട്, അഡ്ജന്റേസ് റൗണ്ട്, ജെറിക്കോ റൗണ്ട്, മാർഗം റൗണ്ട്. ഇതിൽ ഏത് റൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്? മാർഗം. വിശുദ്ധരെയും വാഴ്ത്തപ്പെട്ടവരെയും പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ ലാസർ ദേവസഹായം, വിശുദ്ധ മദർ തെരേസ. ആരെയാണ് അമേലിക്ക് വേണ്ടത്? വിശുദ്ധ ലാസർ ദേവസഹായം. വിശുദ്ധ ലാസർ ദേവസഹായത്തെയാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ദേവസഹായത്തിന്റെ രക്തസാക്ഷിത്വ ദിനം എന്ന്? ജനുവരി 14. ജനുവരി 14 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ആൻസർ 1752 ജനുവരി 14 കറക്റ്റ് ആൻസർ ആണ്. കൈയടിക്കുന്നില്ലേ? അമേലിയ മാസം ദിവസമാണ് പറഞ്ഞത്, വർഷം പറഞ്ഞില്ല. പക്ഷെ അത് ശരിയാണ്, ജനുവരി 14 എന്നുള്ളത്. ആ സമ്മാനം ഞങ്ങൾ തരാണ്. അമേലിയ ഫസ്റ്റ് റൗണ്ടിൽ സമ്മാനം മേടിച്ചില്ലേ? അപ്പോൾ എനിക്ക് എന്താണെന്നില്ലാത്തൊരു സന്തോഷമുണ്ട് ഇപ്പോൾ. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകണോ അതോ എന്തെങ്കിലും പ്രോഗ്രാം വേണോ? പ്രോഗ്രാം ആയ കുഴപ്പമില്ല. പ്രോഗ്രാം ആയാൽ കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നല്ല, പ്രോഗ്രാം വേണം. വേണം വേണം ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമ്മുടെ MSTയുടെ പ്രേക്ഷിത വാഹനിലേക്ക് ഗ്രൂപ്പ് ഡാൻസുമായി എത്താൻ പോകുന്നത് ഇരുമ്പകച്ചോല ഇടവകയിലെ ചുണക്കുട്ടികളാണ്. അവരെ കൈയടിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. കുന്നിറങ്ങി കാടിറങ്ങി ആടിനെയും തോളിലേറ്റി ആട്ടിടയൻ വരുന്നേ.
കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത് പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത് ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ ഞാനാടുകൾക്കായൻ ജീവനേകും കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത് പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത് ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ ഞാനാടുകൾക്കായൻ ജീവനേകും. ആടുകൾ സ്വന്തമാണെന്നാലോ ചെമ്പുലി ഓടിയെടുത്താലും പൊന്നുപോലാടിനെ തോളിലെടുത്തു നടന്നിടും. ആടുകൾ സ്വന്തമാണെന്നാലോ ചെമ്പുലി ഓടിയെടുത്താലും പൊന്നുപോലാടിനെ തോളിലെടുത്തു നടന്നിടും. മുറിവുകളേറ്റാലും മാറില്ലവൻ, മരണമടുത്താലും മറയില്ലവൻ. ഇടവഴികളിൽ അലയരുതിനി ഇടയ വഴികൾ അറിയുക ഗണമേ, ഭയമരുതിനി ആലയിലെത്താൻ കർത്താവാണെന്നും എന്നിടയൻ. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത് പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത് ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ ഞാനാടുകൾക്കായൻ ജീവനേകും. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത് പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത് ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ ഞാനാടുകൾക്കായൻ ജീവനേകും ഞാനാടുകൾക്കായൻ ജീവനേകും ഞാനാടുകൾക്കായൻ ജീവനേകും. എന്നെ അടിപൊളി ഡാൻസ് ആയിരുന്നല്ലേ. അടിപൊളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതിലും കൂടിയ വാക്കാം. പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഒന്നിച്ച് കളിച്ചു, നല്ല ചിരിയോടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. നമുക്കിത് നേരെ റൗണ്ടിലേക്ക് കിടന്നാലോ? കിടക്കാം. അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറിക്കോ. അതൊരു വിഷ്വൽ റൗണ്ടാണ്. നമ്മുടെ ഡിസ്പ്ലേയിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യും. ആദ്യം മുതൽ അവസാനം വരെ വ്യക്തതയോടെ കൃത്യമായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി വെക്കാനുണ്ടെങ്കിൽ സൈഡിലുള്ള നോട്ട് പാഡും പേനും ഉപയോഗിക്കാവുന്നതാണ്. റെഡി ആയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തോമസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ അരപ്പള്ളി എന്നറിയപ്പെടുന്ന പള്ളി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ അഴകിയ മണ്ഡപം എന്ന സ്ഥലത്ത് നിന്നും 2 കിലോമീറ്റർ മാറിയാണ്. കൊറമണ്ടൽ തീരത്ത് നിന്ന് ഇവിടെയെത്തിയ തോമസ് ലീഹായെ തിരുവള്ളുവർ കാണുകയും അദ്ദേഹം വഴി രാജാവും സ്ലീഹയെക്കുറിച്ച് കേൾക്കുവാനിടയായി. സ്ലീഹായുടെ ദൈവീകതയിൽ വിശ്വാസം വന്ന രാജാവ് 300 ഏക്കർ സ്ഥലം കരമൊഴിവാക്കി നൽകി. പള്ളി പണിയാൻ കല്ലും രാജാവ് നൽകി. വീഡിയോ ഒക്കെ ശ്രദ്ധിച്ച് കണ്ടോ? കണ്ടു. എല്ലാം മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം.
ചോദ്യം ഇതാണ്: തോമാസ് ലീഹ സ്ഥാപിച്ച 7 പള്ളികളിൽ തിരുവിതാംകോട് അരപ്പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ 2 കിലോമീറ്റർ മാറി അഴകിയ മണ്ഡപത്തിൽ. അമേലിയ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ അഴകിയ മണ്ഡപത്തിൽ നിന്നും 2 കിലോമീറ്റർ അകലെ കറക്റ്റ് ആൻസർ ആണ്. സമ്മാനം ഞങ്ങളങ്ങ് തരാണ്. ഓഡിയൻസിന് വേണ്ടിയുള്ള സമ്മാനങ്ങൾ മേടിക്കാനുള്ള ചോദ്യമാണ് ഇനി വരുന്നത്. ചോദ്യം ഇതാണ്: 1960 നവംബർ 7-ാം തീയതി താണിക്കുന്നിൽ തോമാസ് ലിഹായുടെ നാമധേയത്തിലുള്ള പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ആര്? ആദ്യമായിട്ടാണ് ഒരു കൊച്ചു മിടുക്കന്റെ കൈ പൊക്കിയിരിക്കുന്നത്. മുന്നോട്ട് പോരെ. അല്ല, അത് ചോദ്യം ചോദിച്ച ഉടനെ തന്നെ. ഫാദർ സക്കറിയ തണ്ണിപ്പാറ. എന്താ എന്താ ആ ചേച്ചിയാണ്. ആ ചേച്ചി പൊളിയാണ്. ആണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ അങ്ങ് കൈ അടിക്കാണ്. നിങ്ങൾ ഓഡിയൻസ് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് പ്രോത്സാഹനമല്ലേ. ആൻസർ പറയട്ടെ. ആൻസർ കറക്റ്റ് ആണ്. ഫാദർ സക്കറിയാസ് തണ്ണിപ്പാറ. തങ്കു ആ സമ്മാനം കൊടുത്തേക്ക്. അങ്ങനെ വീണ്ടും അമേലിയയുടെ കളത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അമേലിയ 3rd റൗണ്ടായിട്ട് ഏതാണ് ചൂസ് ചെയ്യുന്നത്? ആഡ്ജൻസ്. തോമാസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണിത്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ട്: സെന്റ് തോമസ് മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷനാണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷനാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: സാഗർ രൂപതയുടെ മെത്രാനാര്? മാർ ജോസഫ് കൊല്ലംപറമ്പിൽ, മാർ ജെയിംസ് അത്തിക്കളം, മാർ വിൻസെന്റ് നെല്ലിയാപ്പറമ്പിൽ, മാർ തോമസ് തുരുത്തിമറ്റം. മാർ ജെയിംസ് അത്തിക്കളം. ഉത്തരം ശരിയാണെന്ന് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. ഈ റൗണ്ടിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ആ ചോദ്യം ഏതാണ് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ദുക്രാന എന്ന വാക്കിന്റെ അർത്ഥം? ഓർമ്മ. വീണ്ടും ചാടി ആൻസർ പറഞ്ഞിരിക്കുകയാണ്. കറക്റ്റ് ആണോ എന്ന് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്, ഓർമ്മ. ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങൾക്കും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. സമ്മാനം നേടിയിരിക്കുകയാണ്. ആ സമ്മാനം ഞങ്ങൾ തരാണ്. അടുത്തതായിട്ട് കാഞ്ഞിരപ്പുഴ ഇടവകയിൽ നിന്നും മരിയ ജെക്കോയും എൽന പ്രിജുവും ഭരതനാട്യവുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. സ്വാഗതം ചെയ്യാം. യേശു മഹേശ്വര നമോ നമഃ, സ്നേഹ മഹേശ്വര നമോ നമഃ, പരമദയാകര നമോ നമഃ, അനന്ത കൃപാകര നമോ നമഃ.
പരമദയാകര ആനന്ദ കൃപാകര യേശു മഹേശ്വര സ്നേഹ മഹേശ്വര പരമദയാകര ആനന്ദ കൃപാകര നമോ നമഃ നമോ നമഃ നമോ നമഃ നമോ നമഃ. കല്യാണ വീട്ടിലെ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ പോലെ കാനായിൽ കല്യാണ വീട്ടിലെ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയ പോലെ ഇന്നും ജീവിതം മധുരിതമാക്കുവാൻ കനിയുനാഥ മംഗളരൂപ ഇന്നും ജീവിതം മധുരിതമാക്കുവാൻ കനിയുനാഥ മംഗളരൂപ. യേശു മഹേശ്വര സ്നേഹ മഹേശ്വര പരമദയാകര ആനന്ദ കൃപാകര യേശു മഹേശ്വര സ്നേഹ മഹേശ്വര പരമദയാകര ആനന്ദ കൃപാകര നമോ നമഃ നമോ നമഃ നമോ നമഃ നമോ നമഃ. അപ്പോൾ ഒരു ഡാൻസ് ഒക്കെ കണ്ട് ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയിട്ട് നിൽക്കാണ് അമേലിയ. നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോവാം. ഇനി ബാക്കി നിൽക്കുന്നത് ഏത് റൗണ്ടാണ്? ജെറുസലേം. സഭാ ചരിത്രത്തെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് ജെറുസലേം റൗണ്ട്. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങളുണ്ടാകും. ഒരു ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും അടുത്ത ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യനുമായിരിക്കും. ആദ്യത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ജ്ഞാനായക്കാർക്ക് വേണ്ടി കോട്ടയം വികാരിയത്ത് സ്ഥാപിച്ചത് എന്ന്? ഓപ്ഷൻ 1911, 1930, 1940, 1951. 1911. അമേലിയ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്, 1911. ഈ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: നിതീരിക്കൽ മാണിക്കത്തനാർ ആരംഭിച്ച പത്രം? നസ്രാണി ദീപിക. ആൻസർ ചെക്ക് ചെയ്യാം. നസ്രാണി ദീപിക 1887. ആൻസർ കറക്റ്റ് ആണ്. അപ്പോൾ ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങളും കറക്റ്റ് ആക്കി ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഒട്ടും താമസിക്കേണ്ട. തങ്കു, ആ ഗിഫ്റ്റ് എടുത്ത് കൊടുത്തേക്ക്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് സമ്മാനങ്ങൾ മേടിക്കാനുള്ള ഒരു റൗണ്ടുമായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഇവിടെ ഇരിക്കുന്ന മിടുക്കി എന്നോട് ചോദിച്ചു ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തരുമെന്ന്. അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്: കാഞ്ഞിരപ്പുഴ ഇടവകയുടെ ആദ്യത്തെ വികാരി ആര്? കാഞ്ഞിരപ്പുഴ ഇടവകയുടെ ആദ്യ വികാരി. ആർക്കും ആൻസർ അറിയില്ല? ഫാദർ സക്കറിയാസ് തണ്ണിപ്പാറ.
കൈയടിച്ച്. നമ്മുടെ മിടുക്കി പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഫാദർ സക്കറിയാസ് തണ്ണിപ്പാറ. അപ്പൊ ആ ഗിഫ്റ്റ് അങ്ങ് കൊടുക്കാം അല്ലേ? ഗിഫ്റ്റ് ഞങ്ങൾ തരാം. അമ്മയിലേക്ക് ഇനി ബാക്കിയുള്ളത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: കാഞ്ഞിരപ്പുഴ ആദ്യ ദേവാലയത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചത് ആര്? മാർ സെബാസ്റ്റ്യൻ വെള്ളോപ്പള്ളി. അമ്മയിലെ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്, മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി. അങ്ങനെ 7 ചോദ്യങ്ങൾക്കും അമേലിയ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞത് പ്രേക്ഷിത വാഹിനിയിൽ നിൽക്കുമ്പോൾ അമേലിയ പോകാൻ പോകുന്നത് ആ നേടിയ സമ്മാനങ്ങളും മെമന്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗുമായിട്ടാണ്. ആരൊക്കെ അമേലിയുടെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്? അമ്മയും കുഞ്ഞമ്മച്ചിയും. അമ്മയും കുഞ്ഞമ്മച്ചിയും അമേലിയുടെ സമ്മാനം പിടിച്ച് സഹായിക്കാനായിട്ട് മുന്നോട്ട് വരാമോ? ഫ്രണ്ട്സ് വന്നിട്ടുണ്ടോ? എന്നാൽ അമേലിയുടെ ഫ്രണ്ട്സും മുന്നോട്ട് പോരെ. അമേലിക്കൊരാഗ്രഹം, അമേലിയുടെ വികാരി അച്ഛനും മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അച്ഛനെയും ഏറെ സ്നേഹത്തോടെ പ്രേക്ഷിത വാഹിനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ MSTയുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് 4ാമത്തെ പാർട്ടിസിപ്പന്റും പോയിരിക്കുന്നത് കൈ നിറയെ സമ്മാനങ്ങളും മെമന്റോയും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗുമായിട്ടാണ്. തങ്കു, നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണ്ടേ? അതിനുള്ള സമയമായിട്ടുണ്ട്. മർക്കോസിന്റെ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ യേശു വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്: ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് കർത്താവ് വന്നത്. ഇതുവരെ നീ പാപിയാർന്നിരിക്കാം. അന്യന്റെ കഷ്ടതയിൽ നീ ആനന്ദം കണ്ടെത്തിയിട്ടുണ്ടാകാം. ഒരാള് നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടിയപ്പോൾ സഹായം ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മാറാൻ ഒരുക്കമാണെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ സ്നേഹപിതാവായ ദൈവം 2 കൈയും നീട്ടി നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമൻ. This is Likita. This is Tangamani. Signing off. Thank you. പ്രേക്ഷിതവാഹിനി വന്നിര പുതിയ ദൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷൻ